ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ സിലബസിനെ കുറിച്ചാണ്. PSC പുതിയതായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ സിലബസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് മന്ത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജസിലോട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം PSC പുതിയതായിട്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് കേരാഫെഡിലോട്ടുള്ളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ കേരാഫെഡിലോട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4 ആണ്. രണ്ടിനും സെയിം ക്വാളിഫിക്കേഷൻസ് ആണ് വരുന്നത്. ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ IT, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA തുടങ്ങിയ യോഗ്യതയുള്ളവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആചാര്യ അക്കാഡമിയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ കമ്പൈൻഡ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആചാര്യ അക്കാഡമി ആപ്പ് വഴിയായിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ്. പിന്നെ ക്ലാസ്സിൻ്റെ തന്നെ PDF സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകളെല്ലാം ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ ഏത് ടൈമിലും വാച്ച് ചെയ്യാനും ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ളൊരു സൗകര്യം കൂടി ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട പോർഷൻസ് കൃത്യമായി ടൈം ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസിനെ കുറിച്ചാണ്. സിലബസ് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള പ്രോഗ്രാമറിൻ്റെ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സിലബസ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. ടോട്ടൽ 100 മാർക്സിനാണ് വരുന്നത്. ഇവിടെയും മാത്തമാറ്റിക്സ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത്രയും പോർഷൻസാണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. അതിന് ടോട്ടൽ 12 മാർക്സിനാണ് ചോദിക്കുന്നത്. ദെൻ അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതിൽ നിന്ന് ടോട്ടൽ 14 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് ഇൻ C ആണ്. അതിലും ടോട്ടൽ 12 മാർക്സിനാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ഓർ ജാവ. ഇവിടെ 12 മാർക്സിനാണ്. നെക്സ്റ്റ് വരുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് മാത്രമായിട്ട് 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് വരുന്നത് ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് ആണ്. അവിടെയും 12 മാർക്ക് തന്നെയാണ്. നെക്സ്റ്റ് അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അവിടെ 14 മാർക്സിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതിന് ടോട്ടൽ 12 മാർക്സ് ആണ്. അപ്പോൾ ഇത്രയുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി ഓരോ മോഡ്യൂളിൻ്റെയും അണ്ടറിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ മാത്തമാറ്റിക്സിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ഈ മൂന്നും കൂടി ചേർത്തിട്ടാണ് 12 മാർക്സ്. അപ്പോൾ ഓരോ പോർഷനിൽ നിന്ന് നമുക്കൊരു 4 മാർക്സ് വീതമുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ വരുന്നത് മാത്തമാറ്റിക്കൽ ലോജിക്ക്, അതുപോലെ സെറ്റ്, ഓപ്പറേഷൻസ് ഓൺ സെറ്റ്, ബൈനറി റിലേഷൻസ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് വരുന്നത് പ്രോബബിലിറ്റി തിയറി ആണ്. ഇപ്പോൾ ഇവിടെ പ്രോബബിലിറ്റീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബേസ് തിയറം, ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഈ ടോപ്പിക്കുകളൊക്കെയാണ് പ്രോബബിലിറ്റി തിയറിയിൽ വരുന്നത്. നെക്സ്റ്റ് അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ലീനിയർ കോറിലേഷൻ, കോഎഫിഷ്യൻറ്റ്, ദെൻ ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, തിയറി ഓഫ് സാമ്പിളിംഗ് ആൻഡ് പോപ്പുലേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ മാത്തമാറ്റിക്സിൻ്റെ പോർഷനിൽ നിന്നും ടോട്ടൽ 12 മാർക്കിനാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് 14 മാർക്സിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ 3 പോർഷനിൽ നിന്നാണ് ടോട്ടൽ 14 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ലോജിക് സിസ്റ്റം ആൻഡ് മൈക്രോ പ്രൊസസറിൽ ബൂളിയൻ എക്സ്പ്രഷൻ, KMAP, TTL അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നത്. ദെൻ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൽ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, അത് രജിസ്റ്റർ, മൈക്രോ ഓപ്പറേഷൻസ്, കൺട്രോൾ ലോജിക്, പ്രൊസസർ അഡ്രസ്സിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള പോർഷൻസൊക്കെയാണ് ഈ ടോപ്പിക്കുകളൊക്കെയാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന മോഡ്യൂളിൽ നിന്ന് വരുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ CPU ഷെഡ്യൂളിംഗ്, ഡെഡ്ലോക്ക്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം. അപ്പോൾ എന്നീ ടോപ്പിക്കുകളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഈ 3 പോർഷൻസും കൂടി ചേർത്ത് ടോട്ടൽ 14 മാർക്സിനാണ് പഠിക്കേണ്ടത്. 14 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡാറ്റ സ്ട്രക്ചർ, പ്രോഗ്രാമിംഗ് ഇൻ C. അപ്പോൾ നമുക്കൊരു 6 മാർക്സ് വെച്ചിട്ട് പ്രതീക്ഷിക്കാം. ഡാറ്റ സ്ട്രക്ചറിൽ നിന്നൊരു 6 മാർക്സ്, അതുപോലെ പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ നിന്നും
6 മാർക്സ് പ്രതീക്ഷിക്കാം. ഡാറ്റ സ്ട്രക്ചർ, ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ്, ഈ പോർഷൻസ് ഒക്കെയാണ് ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നത്. പ്രോഗ്രാമിംഗ് സി ആണെങ്കിൽ ഓപ്പറേറ്റർ, എക്സ്പ്രഷൻസ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റോറേജ് ടൈപ്സ്, ഫംഗ്ഷൻസ് തുടങ്ങിയ പോർഷൻസ് ഒക്കെയാണ് പ്രോഗ്രാമിംഗ് ഇൻ സിയിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ ആൻഡ് ജാവ. ഓക്കെ, C++ ഒരു ജാവ, ഇതിൽ ടോട്ടൽ 12 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ, ക്ലാസ്സസ്, കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ, ദെൻ അതുപോലെ ജാവ ആപ്ലെറ്റ്, ജാവ ഫീച്ചേഴ്സ്, ബൈറ്റ് കോഡ്സ്. അപ്പം അങ്ങനെ C++ഉം ജാവയും നമുക്ക് പഠിക്കാനുണ്ട്. അതിന് ടോട്ടൽ 12 മാർക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് DBMSൽ നിന്ന് മാത്രമായിട്ട് 12 മാർക്കിനാണ് പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ആൻഡ് വെബ് പ്രോഗ്രാമിംഗ് സെപ്പറേറ്റ് ആയിട്ട് 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് സെക്യൂരിറ്റിയിൽ നിന്ന് TCP, IP, OSI, ISO, ഓക്കെ, അപ്പോൾ അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ മീഡിയ, ദെൻ ഇമെയിൽ പ്രോട്ടോകോൾസ്, സിമെട്രിക് എൻക്രിപ്ഷൻ, ഓക്കെ, സെക്യൂരിറ്റി പോർഷനിൽ നിന്ന്. അപ്പോൾ ഇത്രയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നത്. അതുപോലെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ സോക്കറ്റ് പ്രോഗ്രാമിംഗ്, TCP പ്രോഗ്രാമിംഗ്, UDP സോക്കറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് പോർഷൻസ് നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ 14 മാർക്സിനാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ സിസ്റ്റം മോഡൽ, സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രോസസ്, ലൈഫ് സൈക്കിൾ മോഡൽസ്, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്, ഒബ്ജക്റ്റ് മോഡൽസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെയാണ് ടോട്ടൽ 12 മാർക്സിനാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ സിലബസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിലോട്ടുള്ള കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.